ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മം കൊണ്ട് പാവനമായ വെട്ടത്ത് നാട്ടിലെ തുഞ്ചൻ പറമ്പിലാണ് തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറത്ത് നിന്ന് 32 കിലോമീറ്ററും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്ററുമാണ് തുഞ്ചൻ പറമ്പിലേക്കുള്ളത്. തുഞ്ചൻ പറമ്പിൽ വിജയദശമി ദിനത്തിൽ വലിയ തിക്കും തിരക്കുമാണ് അനുഭവപ്പെടാറുള്ളത്. നമുക്കിവിടെ തുഞ്ചൻ്റെ തത്തയുടെ പ്രതിമയും അതിനടുത്തായി സരസ്വതി മണ്ഡപവും കാണാം. വൈകുന്നേരങ്ങളിൽ ചെന്നിരിക്കാൻ പറ്റിയ ഒരു പ്രത്യേക വൈബ് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. തുഞ്ചൻ പറമ്പിൽ ജനിക്കുകയും ചിറ്റൂരിൽ മരിക്കുകയും ചെയ്ത ആചാര്യൻ എന്നാണ് വിശ്വാസം. അദ്ദേഹത്തിൻ്റെ പേര്, ജാതി, കൃതികൾ എന്നിവ സംബന്ധിച്ച് പരക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും മലയാള ഭാഷയ്ക്ക് ക്രമക്കണക്കുണ്ടാക്കി അടിത്തറയിട്ട ആള് എന്നതിൽ ആർക്കും സംശയം ലേശവുമില്ല. തുഞ്ചൻ പറമ്പ് കൈകാര്യം ചെയ്യുന്നതിനും കൂടുതൽ വികസനം ആസൂത്രണം ചെയ്യുന്നതിനുമായി 1964 സർക്കാർ 12 അംഗ സമിതി രൂപീകരിച്ചു. മലയാളികൾക്കിടയിൽ ഈ സ്ഥലം വ്യാപകമായി അറിയപ്പെടുകയും അത് ഒരു സാംസ്കാരിക കേന്ദ്രമായി പരിണമിക്കുകയും ചെയ്തു. 1993 കമ്മിറ്റി ചെയർമാനായി ശ്രീ MD വാസുദേവൻ നായർ ചുമതലയേറ്റു. MD വാസുദേവൻ നായരുടെ നേതൃത്വത്തിലുള്ള തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ സ്വപ്ന പദ്ധതിയാണ് തുഞ്ചൻ സാഹിത്യ മ്യൂസിയം. ഏകദേശം 300 വിദ്യാർത്ഥികളും 200 മറ്റ് സന്ദർശകരും പ്രതിദിനം മ്യൂസിയം കാണാൻ എത്തുന്നുണ്ട്. മലയാള ഭാഷയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ കവിയുടെയും സാംസ്കാരിക ഉത്തേജകന്റെയും ബഹുമാനാർത്ഥം കേരളത്തിൽ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ച സാംസ്കാരിക ഗവേഷണ കേന്ദ്രമാണ് തുഞ്ചൻ മെമ്മോറിയൽ. 16-ാം നൂറ്റാണ്ടിൽ കവി താമസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വീടും ഓപ്പൺ എയർ സ്കൂളും ഉള്ള അതേ സ്ഥലത്ത് തന്നെയാണ് ഈ സ്ഥാപനം ഇന്നും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കാണുന്ന മലയാള സാഹിത്യ മ്യൂസിയത്തിൽ നിരവധി കേരള നവോത്ഥാന നായകരുടെയും കവികളുടെയും കഥാകാരന്മാരുടെയും ചിത്രങ്ങളും അവരുടെ കൃതികളും ജനന മരണവും എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ഇതുപോലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളിൽ സഞ്ചരിക്കുകയും അവ കാലഹരണപ്പെട്ടു പോകാതെ നമ്മൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യണം. മറ്റ് ധാരാളം വീഡിയോയുമായി ഉടനെ തന്നെ ചക്രു സ്റ്റോറീസ് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.